ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അതിലും കുട്ടികളുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള നൂഡിൽസ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റോട് കൂട്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത് നോക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സിനാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പാക്കറ്റാണ് നൂഡിൽസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആളിനനുസരിച്ചിട്ട് ഈ ഒരു അളവിൽ വ്യത്യാസം എത്തിച്ചാൽ മതി. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചേറെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അത്ര സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അത്ര ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷവും നമ്മൾ ഫ്ലെയിം കുറവാക്കാൻ പാടില്ല. നല്ലപോലെ തന്നെ ഹൈയിലാക്കി വെച്ചിട്ട് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ 2 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മളെ നൂഡിൽസ് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊരു അരിപ്പ പാത്രത്തിലോട്ട് ഇതുപോലൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അത്ര സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഒരു സവോള ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു അര ക്യാരറ്റ് എടുത്തിട്ട് അതും നീളത്തിൽ തന്നെ അരിഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അര ക്യാപ്സിക്കം കൂടിയും നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള വേറെ ഏത് വെജിറ്റബിൾ വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 3 മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. അതിപ്പോൾ ഞാൻ കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു 2 പച്ചമുളക് എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ഇല്ലി വെളുത്തുള്ളി അതും കൂടി തൊലി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒരു ലോയിലാക്കി വെക്കുക കേട്ടോ. നല്ലപോലെ ഹൈയിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ടയോ അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കനോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ എടുക്കാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ലോയിലാക്കി വെക്കണം, അത് പ്രത്യേകം പറയുകയാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അത്ര റെഡ് ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 3 ടേബിൾ സ്പൂൺ അത്ര ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സോയാ സോസിലും അതുപോലെ തന്നെ ഈ ഒരു ടൊമാറ്റോ സോസിലുമെല്ലാം ഉപ്പ് ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കുറച്ചേറെ തന്നെ ഉപ്പ് മുമ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1/2 ടേബിൾ സ്പൂൺ അത്ര ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷണലാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യുക, കാരണം ഇതിൽ ഓൾറെഡി നല്ല പോലെ തന്നെ ഉപ്പ് ഉണ്ടാകും. ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നൂഡിൽസും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു സ്പാച്ചുല വെച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്താലും നല്ലപോലെ മിക്സായി കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഫോക്കോ അതല്ലാന്നുണ്ടെങ്കിൽ 2 സ്പൂണോ വെച്ചിട്ട് ഇത് ഈ രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ആ ഒരു മസാല എല്ലായിടത്തുമായിട്ട് നല്ലപോലെ തന്നെ മിക്സായി കിട്ടും. അതല്ലാണ്ട് നമ്മൾ എത്ര തന്നെ ഒരു സ്പാച്ചിലയോ അതല്ലെങ്കിൽ ഒറ്റ സ്പൂണോ വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും അത് നല്ലപോലെ തന്നെ ആ ഒരു മസാല എല്ലായിടത്തുമായി കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിക്ക് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ തന്നെ മിക്സായി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു 2 മിനിറ്റ് സമയം കൈ എടുക്കാണ്ട് തന്നെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക. എൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടിയും ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പ്രിപ്പയർ ചെയ്ത ഈ ഒരു അളവ് പ്രകാരം ഏകദേശം ഒരു 4 പേർക്ക് വയറ് ഫുള്ളായിട്ട് തന്നെ കഴിക്കേണ്ട നൂഡിൽസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ആളിനനുസരിച്ചിട്ട് ഈ ഒരു അളവിൽ നിന്ന് വ്യത്യാസം വരുത്തിച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടോടുക്കനെ വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് പറ്റ തണുത്തിട്ട് നമ്മൾ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നൂഡിൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റോട് കൂട്ടുള്ള പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.